നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇപ്പോൾ ദിനം പ്രതി ഈ പറയുന്ന കോവിഡ് പോസിറ്റീവ് കേസുകൾ അതും സമ്പർക്കം വഴി വളരെയധികം ആൾക്കാർക്ക് പിടിപെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന നമുക്കറിയാം ഈ കോവിഡ്-19 എന്ന ഈ പാൻഡമിക്കിന് നമ്മുടെ കയ്യിൽ ആപ്പാടെ ഈ പറയുന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാനിറ്റൈസറും അതുപോലെ തന്നെ മാസ്കും മാത്രവും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇതുപോലെ കൂടുതൽ ആൾക്കാർക്ക് സമ്പർക്കം വഴി രോഗം പകരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ജീവിതശൈലിയിലേക്ക് ഈ പറയുന്ന സാനിറ്റൈസറിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ മാസ്കിൻ്റെ ഉപയോഗവും കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പലരും മാസ്ക് ഇടുന്ന രീതി തെറ്റായ ഒരു രീതിയിലാണ് ഈ പറയുന്ന മാസ്കുകൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന വൈറസിനെ നമുക്ക് എഫക്റ്റീവായിട്ട് തോൽപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല നമ്മൾ മാസ്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറയുന്ന രീതിയിൽ മാസ്കുകൾ നമ്മൾ കോമണായി കണ്ടുവരുന്ന അല്ലെങ്കിൽ മാസ്ക് വെക്കുന്നതിൽ കോമണായി കണ്ടുവരുന്ന കുറച്ച് തെറ്റുകളും അതുപോലെ തന്നെ ഈ പറയുന്ന മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ഇതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ക്രൈറ്റീരിയാസും എന്തൊക്കെയാണ് അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാസ്ക് ഉപയോഗിക്കുന്നതിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റായിട്ട് കാണാവുന്ന അല്ലെങ്കിൽ കൂടുതലായും കണ്ടുവരുന്ന ഒരു തെറ്റാണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ വായ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ മൂക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാത്ത രീതിയിൽ നമ്മൾ മാസ്ക് ഇടുന്നത്. ഇത്തരത്തിൽ മാസ്ക് ഇടുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂക്ക് വഴി ഈ പറയുന്ന വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എത്താനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ രീതിയിലാണ് നിങ്ങൾ മാസ്ക് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ദയവ് ഇത് ഈ പറഞ്ഞ രീതി ഫോളോ ചെയ്യാതിരിക്കുക. പിന്നെ കണ്ടുവരുന്ന വളരെ കോമൺ ആയ ഒരു മിസ്റ്റേക്കാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മൂക്കൊക്കെ കവർ ചെയ്യും കറക്റ്റായിട്ട്, പക്ഷേ ഈ പറയുന്ന താടിയുടെ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ചിൻ പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്യാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വാ തുറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന ചിൻ അല്ലെങ്കിൽ നമ്മുടെ വായുടെ ഭാഗം എക്സ്പോസ്ഡ് ആവും. അതുവഴി നമുക്കും ഇൻഫെക്ഷൻ പകരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് കണ്ടുവരുന്ന വളരെ കോമൺ ആയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് ഈ പറയുന്ന രീതിയിൽ താടിയിൽ മാസ്ക് ഇടും. അതായത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ താടിക്ക് മാസ്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ടായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ ആളുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അവർക്ക് ഇറിറ്റേഷൻ തോന്നിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ താടിയിൽ മാത്രം മാസ്ക് ഇട്ടുകൊണ്ട് എടുക്കും. അതുപോലെ തന്നെ നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ കാണാൻ ആൾക്കാർ സംസാരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതുപോലെ കുറേ ആളുകൾ കൂടിയും സംസാരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ മാസ്ക് താഴ്ത്തിയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സമ്പർക്ക വ്യാപനം അല്ലെങ്കിൽ സാമൂഹ്യ വ്യാപനം എന്നൊരു രീതിയിലേക്ക് കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദയവ് ഇതുപോലെ മാസ്ക് താടിക്ക് ആവരണമാക്കാതിരിക്കുക അല്ലെങ്കിൽ താടി ആവരണമാക്കി മാസ്കിനെ മാറ്റാതിരിക്കുക. ഇനിയിപ്പോൾ മാസ്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് വെക്കേണ്ടതെന്ന് പറയാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കൈകളെല്ലാം മാസ്ക് വെക്കുന്നതിന് മുന്നേ നല്ലപോലെ സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകുക. അതിനുശേഷം ഈ പറയുന്ന ബാൻഡിൽ മാത്രം ടച്ച് ചെയ്തിട്ട് ഈ പറയുന്ന നമ്മുടെ മൂക്കും നമ്മുടെ താടിയും കറക്റ്റായിട്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ മാസ്ക് വയ്ക്കുക. അതായത് ഇതുപോലെ ഓക്കെ, കറക്റ്റായിട്ട് മൂക്കും കവർ ചെയ്തിട്ടുണ്ട്, താടിയും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിൽ ഒരിക്കലും തൊടാതിരിക്കുക. കാരണം ഈ പറഞ്ഞ രീതിയിൽ അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഒരു രീതിയിലും നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ടച്ച് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബാൻഡിൽ മാത്രം ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ബാൻഡിൽ മാത്രം പിടിച്ചിട്ട് പറയുന്ന സാധനം ഊരിയെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളൊരു കണ്ണട വയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ മാസ്ക് വയ്ക്കുന്നതിന് കോമണായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ പറയുവാണ്. ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മൂക്കും ഈ പറയുന്ന നമ്മുടെ താടിയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ മാസ്ക് വയ്ക്കുക. അതിനുശേഷം ഈ പറയുന്ന കണ്ണാടി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ മാസ്കിൻ്റെ കുറച്ച് പോർഷൻസ്, അതായത് ഈ മേളത്തെ പോർഷൻസ് ഈ പറയുന്ന കണ്ണാടി അല്ലെങ്കിൽ കണ്ണട കവർ ചെയ്യത്തക്ക രീതിയിൽ വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ്റെ ചാൻസ് വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്ക് കണ്ണട വെക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ ഫോഗി ആവാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ ഗ്ലാസസ് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് നല്ലപോലെ കയറിയിരിക്കുക അല്ലെങ്കിൽ മൂക്കിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് ഭാഗം കയറിയിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണട ഈ മാസ്കിൻ്റെ കുറച്ച് ഭാഗം കവർ ചെയ്യത്തക്ക രീതിയിൽ മാത്രം ഈ പറയുന്ന കണ്ണട ഉപയോഗിക്കുന്നവർ ഈ ഒരു രീതി മാസ്ക് വയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് മാസ്ക് വെക്കേണ്ടതെന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന മാസ്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഡിസ്കാർഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വേയിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ഇത്ര നാളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്കവാറും ക്ലോത്ത് മാസ്കുകളോ അല്ലെങ്കിൽ തുണി കൊണ്ടുള്ള മാസ്കുകളൊക്കെ ആയിരിക്കും. എന്നാൽ ഈ പറയുന്ന സമൂഹ വ്യാപനം അല്ലെങ്കിൽ അതുപോലെ സമ്പർക്കത്തിലൂടെ കുറേ ആളുകൾക്ക് രോഗം പിടിപെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പയ്യെ ഈ പറയുന്ന സർജിക്കൽ മാസ്കിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന 3 ലെയറുള്ള മാസ്കുകളിലേക്കൊക്കെ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് നിങ്ങൾ കണ്ടു കാണും, ഈ പറഞ്ഞ സർജിക്കൽ മാസ്കാണ്. അപ്പോൾ നമ്മൾ ക്ലോത്ത് മാസ്കുകൾ ഇങ്ങനെ പുറത്ത് പോയതിന് ശേഷം വന്നിട്ട് നമ്മൾ കഴുകിയിടാറാണ് പതിവ്.
പക്ഷേ ഒരിക്കലും ഈ പറയുന്ന സർജിക്കൽ മാസ്ക് കഴുകുക അല്ലെങ്കിൽ കഴുകി ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. കാരണം കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഫിൽട്ടർ കപ്പാസിറ്റി പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യാവുന്ന അതിൻ്റെ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ദയവീത് ഈ പറഞ്ഞ രീതിയിൽ ഒരിക്കലും സർജിക്കൽ മാസ്ക് ക്ലോത്ത് മാസ്ക് കഴുകുന്ന പോലെ കഴുകിയിടാൻ ശ്രമിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ പിന്നെയും അല്ലെങ്കിൽ കൂടുതൽ മാസ്കുകൾ മേടിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. ഈ പറയുന്ന ഒരു 6 മാസ്കുകളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ പറഞ്ഞ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് അത് മതി. അതായത് ഒരു 5-6 തവണയൊക്കെ ഒരു മാസ്ക് ഉപയോഗിക്കാം, ഈ പറയുന്ന സർജിക്കൽ മാസ്ക്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ടാണ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാസ്ക് കറക്റ്റ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻസിലൊന്നും ടച്ച് ചെയ്യാതിരിക്കുക. ജസ്റ്റ് ആ ബാൻഡിൽ മാത്രം പിടിച്ചിട്ട് ആ മാസ്ക് എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞാൽ നിങ്ങൾ കുറേ അധികം ആൾക്കാരുമായിട്ട് സമ്പർക്കമുണ്ട്, അല്ലെങ്കിൽ അതുപോലെ കുറേ ആളുകൾ കൂടി നിൽക്കുന്ന ഏരിയാസിലൂടെയൊക്കെയാണ് നിങ്ങൾ പോയത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ സേഫായിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾ അതുപോലെ അല്ല പോയേക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ കുറച്ച് ആളുകളും ഒക്കെ ആയിട്ടാണ് സമ്പർക്കമുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1-2 പേരൊക്കെ ഉള്ള ഏരിയ കൂടെയാണ് നിങ്ങൾ പോയേക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാസ്ക് അപ്പോൾ തന്നെ ഡിസ്കാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 2-3 തവണയൊക്കെ പിന്നെയും യൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ സേഫായിട്ട് മാസ്ക് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഒന്നെങ്കിൽ വെയിലത്തിട്ട് ഉണക്കുക, അല്ലെങ്കിൽ അതുപോലെ ഡ്രൈ ചെയ്ത് നിങ്ങൾക്ക് പിന്നെയും ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു 5-6 മാസ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഉപയോഗിച്ച മാസ്ക് ഒരു 7ാമത്തെ ദിവസം പിന്നീട് ഉപയോഗിക്കാം. 2ാമത്തെ ദിവസം ഉപയോഗിച്ചത് ഈ പറയുന്ന 8ാമത്തെ ദിവസം ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു സൈക്കിൾ ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അധികം ആളുകളുമായിട്ട് കോൺടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസ്ക് തന്നെ ഒരു 4-5 തവണ ഉപയോഗിച്ചെന്ന് ഓർത്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൂടുതൽ ആളുകളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ കൂടുതൽ ആളുകൾ കൂടിയ ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാസ്ക് ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ചെയ്യാവുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഈ പറഞ്ഞ മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷനിൽ ഈ പറയുന്ന മാസ്ക് മുക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 10-12 അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെ കംപ്ലീറ്റ്ലി സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പറയുന്ന മണ്ണിൽ കുഴിച്ചിടുക. അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു രീതി. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബ്ലീച്ചിങ് പൗഡറിന് പകരം ഈ പറയുന്ന ബ്ലീച്ചിങ് പൗഡറൊന്നും കിട്ടാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഉപയോഗിച്ച മാസ്ക് കത്തിച്ച് കളയാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാസ്കിനെ നമുക്ക് സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ രീതിയിൽ മാസ്ക് ഉപയോഗത്തിന് ശേഷം വെറുതെ പൊതുവായിട്ടുള്ള ഏരിയാസിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്രകൃതിയിലേക്ക് വെറുതെ വലിച്ചെറിയാതിരിക്കുക. അത് പിന്നെയും ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ കൂട്ടാൻ അത് കാരണമാകും. അപ്പം ഇതുപോലെ സേഫായിട്ടുള്ള രീതിയിൽ മാത്രം ഈ പറയുന്ന മാസ്കുകൾ ഡിസ്പോസ് ചെയ്യാം. ഇപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് മാസ്ക് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഉപയോഗിച്ച മാസ്ക് പിന്നെയും റീയൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ സേഫായിട്ട് ഈ പറയുന്ന ഉപയോഗിച്ച മാസ്ക് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ഒരു ക്ലിയർ ഐഡിയ കിട്ടിക്കാണും. ഇപ്പോൾ നമുക്കറിയാം കേരളം വളരെ പതുക്കെ ഈ പറയുന്ന സമൂഹ വ്യാപനം എന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. അതുപോലെ തന്നെ പുറത്തിറങ്ങിയാൽ ഈ പറയുന്ന മാസ്കും അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ആരോഗ്യ വകുപ്പ് തരുന്ന നിർദ്ദേശങ്ങളെല്ലാം കർശനമായിട്ട് പാലിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവീത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക.